എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് ദേവന്മാരും പക്ഷികളും. മരുത്തൻ എന്നു പേരായ മഹാനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം യാഗം ചെയ്യുമ്പോൾ ദേവന്മാർ നേരിട്ട് വന്ന് ഹവിസ് സ്വീകരിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഉശീനര ബീജം എന്ന യജ്ഞക്ഷേത്രത്തിൽ വെച്ച് മാഹേശ്വര യാഗം നടത്തുകയായിരുന്നു. ബൃഹസ്പതിയുടെ സഹോദരനായ സംവർത്ത ബ്രഹ്മർഷിയാണ് യാഗം ചെയ്യിച്ചിരുന്നത്. ദേവന്മാരെല്ലാവരും യാഗശാലയിൽ വന്ന് ഇരുന്നിരുന്നു. ആ സമയത്ത് രാവണ രാക്ഷസൻ പുഷ്പക വിമാനത്തിൽ അവിടെ എത്തി. ദേവന്മാർക്ക് രാവണനെ കണ്ടപ്പോൾ ഭയമായി. അവർ ഉടൻ തന്നെ പക്ഷികളുടെയും ചെറുമൃഗങ്ങളുടെയും രൂപമെടുത്ത് യാഗശാലയ്ക്ക് പുറത്ത് നടക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ മയിലായി തീർന്നു. യമധർമ്മരാജാവ് കാക്കയായി, വൈശ്രവണൻ ഓന്തായി, വരുണൻ അരയന്നവുമായി. രാവണൻ നേരെ യാഗശാലയിൽ കടന്ന് മരുത്ത രാജാവിനെ വെല്ലുവിളിച്ചു. ഒന്നുകിൽ എന്നോട് യുദ്ധത്തിന് വരണം, അല്ലെങ്കിൽ തോറ്റതായി സമ്മതിക്കണം. മരുത്ത രാജാവ് ചോദിച്ചു, പ്രതാപിയായ അങ്ങ് ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. രാവണൻ പരിഹസിച്ച് ചിരിച്ചു. വിശ്രവസു മുനിയുടെ മകനായ രാവണനാണ് ഞാൻ. എൻ്റെ ബലത്തെക്കുറിച്ചറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ജ്യേഷ്ഠനായ വൈശ്രവണനെ തോൽപ്പിച്ച് പുഷ്പക വിമാനം തട്ടിയെടുത്ത കഥ കേട്ടിട്ടില്ലേ? അത് കേട്ട് മരുത്ത രാജാവ് പറഞ്ഞു, ജ്യേഷ്ഠനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ജ്യേഷ്ഠൻ്റെ വിമാനം തട്ടിയെടുത്ത അങ്ങ് മഹായോഗ്യൻ തന്നെ. അങ്ങേക്ക് ചില വരങ്ങൾ കിട്ടിയതായി കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ആ വരങ്ങളെയൊന്നും ബഹുമാനമില്ല. ഏതായാലും അങ്ങിവിടെ വന്നുവല്ലോ, ഇനി ജീവനോടെ തിരിച്ചു പോവുകയില്ല. രാജാവ് വില്ലും അമ്പും എടുത്തത് കണ്ട് സംവർത്ത മുനി തടഞ്ഞു. അങ്ങ് ഇപ്പോൾ യുദ്ധം ചെയ്യരുത്. യാഗദീക്ഷ എടുത്തയാൾ കോപിക്കുകയോ യുദ്ധം ചെയ്യുകയോ പാടില്ല. യുദ്ധത്തിൽ ജയിക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പുമില്ല. രാവണനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങ് യുദ്ധത്തിൽ തോറ്റ് മഹേശ്വരയാഗം മുടങ്ങിയാൽ അത് കുലനാശം വരുത്തും. മരുത്ത രാജാവ് ഗുരു പറഞ്ഞതനുസരിച്ച് വില്ലും അമ്പും താഴെയിട്ട് യാഗത്തിൽ തന്നെ ശ്രദ്ധിച്ചു. രാജാവ് തോറ്റുവെന്ന് വിചാരിച്ച് രാവണനും മന്ത്രിമാരും യാഗശാലയിൽ ഇരുന്നിരുന്ന മഹർഷിമാരെ ഭക്ഷിച്ച് അവിടെ നിന്ന് പോയി. രാവണൻ പോയപ്പോൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ ഉപേക്ഷിച്ച് ദേവന്മാർ സ്വന്തം രൂപം ധരിച്ചു. അവർ ആ ജീവികളെ അനുഗ്രഹിച്ചു. ദേവേന്ദ്രൻ മയിലിനോട് പറഞ്ഞു, എൻ്റെ കണ്ണുകൾ നിന്റെ നീലപീലികളിൽ വിളങ്ങട്ടെ. ഞാൻ മഴ പെയ്യിക്കുമ്പോൾ നിനക്ക് ആനന്ദമുണ്ടാകട്ടെ. അക്കാലം വരെ മയിൽപീലികൾക്ക് വെറും നീല നിറം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദേവേന്ദ്രന്റെ അനുഗ്രഹം കൊണ്ട് അവ വിചിത്രങ്ങളും സുന്ദരങ്ങളുമായി തീർന്നു. യമധർമ്മ രാജാവ് കാക്കയെ അനുഗ്രഹിച്ചു. നിന്നെ യാതൊരു രോഗവും ബാധിക്കുകയില്ല. നിനക്ക് മരണഭയവും ഉണ്ടാവുകയില്ല. ആരും കൊല്ലാത്തിടത്തോളം കാലം നീ ജീവിച്ചിരിക്കും. മാത്രമല്ല, നീ ഭക്ഷണം കഴിച്ചാൽ മരിച്ചുപോയ പിതൃക്കളുടെ വിശപ്പും ദാഹവും മാറി തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. അന്നു മുതൽ മനുഷ്യർ പിതൃക്കൾക്കുള്ള ശ്രാദ്ധം ഊട്ടിക്കഴിഞ്ഞാൽ കവ്യം കാക്കകൾക്ക് കൊടുത്തു തുടങ്ങി. വരുണൻ അരയന്നത്തോട് പറഞ്ഞു, നിന്റെ നിറം ചന്ദ്രനെ പോലെയും പാൽപത പോലെയും വെളുത്ത് മനോഹരമായിരിക്കട്ടെ. എൻ്റെ സ്വന്തമായ വെള്ളത്തിൽ കുളിച്ച് നീ ആനന്ദിക്കാനിടവരട്ടെ. പണ്ട് അരയന്നങ്ങളുടെ ദേഹത്തിന് നിറം ഇളം നീലയും ചിറകുകളുടെ അറ്റം കടുനീലയും മാറിടം ഇളം പച്ചയുമായിരുന്നു. വരുണന്റെ വരം കിട്ടിയ ശേഷമാണ് അവയുടെ നിറം തൂവെള്ളയായി തീർന്നത്. വൈശ്രവണൻ ഓന്തിനെ അനുഗ്രഹിച്ചു. നിന്റെ തല എപ്പോഴും പൊൻനിറമുള്ളതായിരിക്കട്ടെ. ദേവന്മാർ ജീവികൾക്ക് വരം കൊടുത്ത ശേഷം മരുത്ത രാജാവ് യാഗം മുഴുവിപ്പിച്ചു. ദേവന്മാർ ഹവിസ് സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ കഥയുടെ അടുത്ത കഥയാണ് അനരണ്യൻ്റെ ശാപം. മരുത്ത രാജാവിൻ്റെ യാഗശാലയിൽ നിന്ന് പുറപ്പെട്ട് രാവണൻ ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ച് രാജാക്കന്മാരെ പോരിന് വിളിച്ചു. രാവണൻ്റെ വരബലം അറിയാവുന്ന പുരൂരവസ്, ദുഷ്യന്തൻ, സുരഥൻ, ഗാദി, ഗയൻ മുതലായ രാജാക്കന്മാർ തോറ്റതായി സമ്മതിച്ച് അടങ്ങിയിരുന്നു. പിന്നെ രാവണൻ അയോധ്യയിലേക്ക് ചെന്നു. അനരണ്യൻ എന്ന രാജാവാണ് അക്കാലത്ത് അയോധ്യ ഭരിച്ചിരുന്നത്. രാവണന്റെ വരവുണ്ടെന്ന് കേട്ട് അദ്ദേഹം സൈന്യങ്ങളെ ഒരുക്കി നിർത്തിയിരുന്നു. അദ്ദേഹം രാവണനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. രാജാവിൻ്റെ സൈന്യം തീയിൽപ്പെട്ട ഈയാമ്പാറ്റകളെ പോലെ നിമിഷ സമയത്തിനുള്ളിൽ തന്നെ നശിച്ചുപോയി. രാജാവ് എത്ര ബാണങ്ങൾ എയ്തിട്ടും രാവണൻ ഒരു കൂസലും ഉണ്ടായില്ല. രാവണൻ കൈത്തലം പരത്തി അനരണ്യൻ്റെ തലയിലടിച്ചു. ആ അടിയേറ്റ് രാജാവ് തളർന്നു വീണു. മരിക്കാറായി കിടക്കുന്ന അദ്ദേഹത്തെ രാവണൻ പരിഹസിച്ചു.
അനരണ്യ രാജാവ് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, എന്നെ തോൽപ്പിച്ചത് നീയല്ല, വിധിവൈഭവം കൊണ്ട് മാത്രമാണ് നിനക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞത്. ഞാൻ മരിക്കാറായി. ഇപ്പോൾ നിന്നോട് പകരം വീട്ടാൻ എനിക്ക് കഴിവില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ കുലത്തിൽ ജനിച്ച ഒരാൾ തന്നെ നിന്നെ കൊല്ലാനിടയാവും. അനരണ്യൻ മരിച്ച ശേഷം രാവണൻ ജയഭേരിയോടെ അവിടെ നിന്ന് പോയി. ഈ അനരണ്യ രാജാവിൻ്റെ കുലത്തിൽ ജനിച്ച അയോധ്യയിലെ രാജാവായ ഭഗവാൻ ശ്രീരാമചന്ദ്രനാണ് രാവണനെ അവസാനം വധിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.